സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ്. സോറി, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. കാര്യമൊക്കെ ശരിയാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം രണ്ട് രാജ്യങ്ങളും തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരികമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന, ട്രസ്റ്റ് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളൊന്നുമല്ല. എന്നാലും വളരെ കാലമായിട്ട് ഈ അടുത്തിടയ്ക്കുണ്ടായ ചില ഇഷ്യൂസ് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഏകദേശം മോർ ഓർ ലെസ് ഏറെക്കുറെയൊക്കെ തന്നെ ഒരു പരസ്പര ധാരണയോടും സമാധാനത്തോടും ഒക്കെ തന്നെ കഴിഞ്ഞു കൂടുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമുക്കറിയാം, പാകിസ്ഥാന്റെ ഒപ്പം നിന്ന് ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ ആക്രമണത്തെ കൂടുതൽ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ട ആയുധങ്ങൾ എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ആയുധങ്ങൾ മാത്രമല്ല, ഇന്റലിജൻസും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ, അതായത് ഇന്ത്യക്കെതിരെ പൊരുതുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിരോധിക്കാനും ഒക്കെ വേണ്ടി ചൈന പാകിസ്ഥാനെ, ഇപ്പോൾ ബംഗ്ലാദേശിനെയും ഒക്കെ തന്നെ കൂടെ നിർത്തിക്കൊണ്ട് അവരുടെ നീക്കങ്ങളും മുന്നേറ്റങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ആണെങ്കിൽ തന്നെയും ഇരു രാജ്യങ്ങൾക്കും, കാരണം ഇന്ത്യക്ക് ചൈനയ്ക്കെതിരെ ആയാലും ശരി, ചൈനയ്ക്ക് ഇന്ത്യക്കെതിരെ ആയാലും ശരി, കൂടുതൽ കഠിനമായിട്ടുള്ള കർക്കശമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയോ അല്ലെങ്കിൽ പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അതിപ്പോഴല്ല, നേരത്തെ ആയാലും അങ്ങനെ തന്നെ. പിന്നെ ചില സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഴയ ഇൻഡോ ചൈന വാറിൻ്റെ സമയത്തായാലും ശരി, ഇപ്പോഴത്തെ ഡോക്ലാം സമയത്തായാലും ശരി. എന്നാലും ഓൾ ടുഗദർ നമ്മൾ പൊതുവെ നമ്മൾ ഇതുവരെയുള്ള ഇന്ത്യ ചൈന റിലേഷൻസ് എടുത്ത് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇരു രാജ്യങ്ങളും, കാരണം രണ്ട് രാജ്യങ്ങളും വലുതാണ്, രണ്ട് രാജ്യങ്ങളും പൊട്ടൻഷ്യൽ ഇക്കണോമിക് പവേഴ്സാണ്. ഇന്ത്യക്ക് ചില കുറവുകൾ അല്ലെങ്കിൽ നമുക്ക് ചില ലാഗ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ചൈനയ്ക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും ഒരിക്കലും ഇന്ത്യയെ അണ്ടർ റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അണ്ടർമൈൻ ചെയ്യാനൊന്നും കഴിയത്തില്ല എന്ന് ചൈനയ്ക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. ഇന്ത്യയും ചൈനയും തമ്മിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി അന്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും, പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യ ഒട്ടും മോശമല്ലാത്ത ഒരു രാജ്യമാണ് എന്നുള്ള തിരിച്ചറിവ് ചൈനയ്ക്കും ഉണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇന്ത്യ ചൈനയുടെ പൊസിഷനെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇനിയും പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സംവിധാനങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യ ഡയറക്റ്റായിട്ട് അവരുടെ കൂടെ നിന്ന്, ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻ അനുസരിച്ചാണ് പറയുന്നത്, അതായത് കോൾഡ് വാറിന് ശേഷം, നമ്മൾ 90-കൾക്ക് ശേഷം ഇന്ത്യ ലിബറലൈസ് ചെയ്ത് ഏകദേശം കുറേ മുമ്പോട്ട് നമ്മൾ പോയതിന് ശേഷം കഴിഞ്ഞൊരു 2 ദശാബ്ദക്കാലമായിട്ടെങ്കിലും അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ചങ്ങാത്തം സ്ഥാപിക്കുകയും, അല്ലെങ്കിൽ ആ ചങ്ങാത്തം ചൈനയുടെ വളർച്ചയ്ക്ക്, എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്ക് പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളത് ഇന്ത്യയെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ കൂടെയാണ് അമേരിക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ ശക്തമാക്കാനും അല്ലെങ്കിൽ ആ സൗഹൃദം കൂടുതൽ പിന്നെ ഡീപ്പൻ ചെയ്യാനൊക്കെ പല പ്രസിഡന്റുമാരുടെയും കാലയളവിൽ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ട്രംപിന്റെ രണ്ടാമത്തെ വരവോടുകൂടി അതെല്ലാം ഡിസ്റപ്റ്റ് ആവുകയും അതിനൊക്കെ ഒരു, എന്താണ് പറയുന്നത്, ഒരു ഏഹ്, എല്ലാം കീഴ്മേൽ മറിയുകയൊക്കെ ചെയ്യുന്ന ഒരു അവസരത്തിൽ ഇന്ത്യക്കും അതുപോലെ, കാരണം ചൈനയും വർദ്ധിച്ച തോതിലുള്ള സാമ്പത്തികമായിട്ടും മറ്റ് ഡിഫൻസ്, നമ്മൾ സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടൊക്കെയുള്ള സൈനികപരമായിട്ട്, ഏറ്റവും ബെറ്റർ ടൈം സൈനികപരമായിട്ടുള്ള മേഖലകളൊക്കെ തന്നെ അമേരിക്കയിൽ നിന്നും കൂടുതൽ സമ്മർദ്ദങ്ങൾ നേരിടുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും കൂടുതൽ പഴയ, എന്താണ് പറയുന്നത്, ശത്രുതാപരമായിട്ടുള്ള നിലപാടുകൾ മാറ്റി കൂടുതൽ മെച്ചപ്പെട്ട ബന്ധം അല്ലെങ്കിൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇരു രാജ്യങ്ങൾക്കും ഇപ്പോൾ ആവശ്യമായിട്ടുള്ളൊരു കാര്യം നടന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഇരു രാജ്യങ്ങളുടെയും ഡിപ്ലോമസി അതിലേക്ക് വളരെ അഗ്രസീവായിട്ട് അല്ലെങ്കിൽ പ്രൊവാക്റ്റീവായിട്ട് വർത്തിക്കുകയും, ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നമ്മൾ അതിനെ, എന്താണ് പറയുന്നത്, നമ്മളൊരു വെയിറ്റ് ആൻഡ് സീ ഗെയിം കളിക്കാതെ തന്നെ തീർച്ചയായിട്ടും അതിനെ യെസ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചൈനയുമായിട്ട് നമ്മൾ കൂടുതൽ ഉന്നത തലത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയും, ഇനിയും വളരെ താമസിയാതെ തന്നെ നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയുടെ പ്രസിഡന്റായിട്ടുള്ള ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇരു രാജ്യങ്ങളെയും സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളി അമേരിക്കയുടെ പക്ഷത്തു നിന്നും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും നേരിടുമ്പോൾ
ഇരു രാജ്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ മറ്റ് പല ഡിസഗ്രിമെൻറ്റും മാറ്റിവെച്ചുകൊണ്ട് ഈ പറഞ്ഞ സാമ്പത്തിക കൊളാബറേഷൻ അല്ലെങ്കിൽ കോപ്പറേഷൻ സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാന നില ഇപ്പോൾ ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ വരികയും ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകൾ വളരെ സജീവമാവുകയും കൂടുതൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എന്താണ് പറയുന്നത് ഡയലോഗ്സിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ ഇരു രാജ്യങ്ങൾക്കും സാധിച്ചു എന്നുള്ളത് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് ഇലോജിക്കലായിട്ടുള്ള, കാരണം അമേരിക്കയിൽ നിന്ന് തന്നെ പല ആൾക്കാരല്ല ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്സ് തന്നെ ട്രംപിന് ഇക്കണോമിക്സിൽ പിന്നെ അറിവില്ല, ഈസ് ഇക്കണോമിക്കലി ഇഗ്നോറൻറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇഗ്നോറൻ്റ് ആണ്, ഡിപ്ലോമാറ്റിക്കലി ഇഗ്നോറൻ്റ് ആണ്, ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനപ്പുറം അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിന് പ്രസിഡന്റിനപ്പുറം സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് പ്രസിഡന്റായിട്ട് മാത്രം തുടർന്ന് ട്രംപിനെതിരെയൊക്കെ കടുത്ത വിമർശനങ്ങൾ അമേരിക്കയിൽ നിന്നൊക്കെ ഒത്തിരി ഉണ്ട് തീർച്ചയായിട്ടും. കാരണം ട്രംപിൻ്റെ നയങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം മറ്റു രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ സജീവമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടാണ് കാഴ്ചയോടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിലാണല്ലോ ശരിക്കും പറഞ്ഞാൽ ട്രംപിൻ്റെ പ്രകോപനം എന്ന് പറഞ്ഞാൽ. അതല്ല ശരിയായിട്ടുള്ള കാരണമെങ്കിൽ തന്നെയും പുറമെ നമ്മൾ കേൾക്കുന്ന കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടുകൾ എടുത്തു തുടങ്ങിക്കഴിഞ്ഞു. ചൈനയ്ക്കെതിരെയുള്ള ചൈനയ്ക്കെതിരെ എടുത്ത നിലപാടിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യക്കെതിരെ എടുക്കുന്നത്. 25% ആദ്യം ചുമത്തി, അതിനുശേഷം വീണ്ടും 25% കൂടെ ചുമത്തി 50%ആക്കി. അപ്പോൾ ഈ പറഞ്ഞൊരു അവസരത്തിൽ ചൈനയ്ക്കെതിരെയും ടാരിഫുണ്ട്, പക്ഷേ 90 ദിവസം ഇളവ് കൊടുത്തിരിക്കുകയാണ്. കാരണം ചൈനയുടെ കൂടുതൽ മുട്ടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം അമേരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ചൈനയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് അതായത് അമേരിക്കയുടെ ഡിഫൻസ് പിന്നെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഒക്കെ തന്നെ ചൈനയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് തന്നെ ഡിപ്പെൻഡ് ചെയ്താണ്. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ എടുക്കുന്ന പോലുള്ള കർശനമായിട്ടുള്ള നിലപാടൊന്നും ചൈനയ്ക്കെതിരെ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ പിന്നെ ഊഷ്മളമാകുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകത്തേ ഉള്ളൂ. അപ്പോൾ അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ചൈന ഇന്ത്യ മീറ്റിങ്ങിൽ കൂടെ ഇന്നത്തെ ഉന്നതതലം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റും തമ്മിലുള്ള മീറ്റിംഗ് അല്ല, ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ് യി ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ ടാരിഫ്, ബോർഡർ ടെൻഷൻ, പിന്നെ ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുക, അതിനകത്തിലൊക്കെ ഇരു രാജ്യങ്ങളും പരസ്പര ധാരണയിൽ എത്തുകയൊക്കെ ചെയ്തു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ട്രംപ് ഇപ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ട്രംപ് പറഞ്ഞല്ലോ, ട്രംപ് ഇടപെട്ടുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിന്നത്, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെയുള്ള ആക്രമണങ്ങൾ നിർത്തിയെന്നൊക്കെ ട്രംപ് ഭയങ്കര വാദകരാതെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിലൂടെ ട്രംപ് സംസാരിക്കണം. കാരണം ഇപ്പോൾ ഇന്ത്യയും ചൈനയും കൂടുതൽ സൗഹൃദമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചതും ട്രംപാണെന്നുള്ളത് ട്രംപ് സമ്മതിക്കേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ ഒരു അവകാശവാദം എത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ ട്രംപ് സ്ഥിരമായി പറയുന്ന അല്ലെങ്കിൽ സ്ഥിരമായി സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഓപ്പറേഷൻ സിന്ദൂർ ട്രംപ് ഇടപെട്ടുകൊണ്ടാണ് ഇന്ത്യ നിർത്തിയത്, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമായിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇന്ത്യ ഇത് ഒഫീഷ്യലായിട്ട് ഒരിക്കലും അത് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഫോറിൻ മിനിസ്റ്ററും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവലും തമ്മിൽ, അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്ററും ചൈനയുടെ ഫോറിൻ മിനിസ്റ്ററും ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്ററായിട്ടുള്ള ജയശങ്കർ ഒക്കെ തന്നെ അവരെല്ലാം ഈ കൂടിക്കാഴ്ചകളിൽ പങ്കെടുത്തുന്നു. ഇന്ത്യ ചൈന ബൗണ്ടറി ഇഷ്യൂ പ്രധാനമായിട്ടുള്ളൊരു ടോക്കാണ്. അതുപോലെ തന്നെ ചില വ്യാപാര മേഖലകളിലുള്ള ചില ടാരിഫ്, ചില ബാൻസ് ഒക്കെ ചൈനയുടെ ഭാഗത്തു നിന്നുള്ളതൊക്കെ അവരെടുത്ത് മാറ്റി എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ എന്താണ് പറയുക ഗുണകരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഫെർട്ടിലൈസേഴ്സ്, അപൂർവ ധാതുക്കൾ, റയർ എർത്ത്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. ടണൽ ബോറിംഗ് മെഷീനുകൾ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഉള്ള കയറ്റുമതി നേരത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ചൈന. അപ്പോൾ ഈ നിയന്ത്രണങ്ങളൊക്കെ ചൈന നീക്കി എന്നാണ് നമുക്ക് ഈ മീറ്റിങ്ങിൻ്റെ ഒരു എന്താണ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്കമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 2 ദിവസം ഇന്ത്യ സന്ദർശനത്തിനാണ് അവരുടെ വിദേശകാര്യമന്ത്രി ഇവിടെ എത്തിയത്. അപ്പോൾ നമ്മളുടെ ഫോറിൻ മിനിസ്റ്ററായിട്ടുള്ള എസ് ജയശങ്കറിനെ, അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിനെയൊക്കെ കണ്ടു. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് ബൗണ്ടറി ഇഷ്യൂസിനെ
ഇന്ത്യ ചൈന ബൗണ്ടറി ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ തീർച്ചയായിട്ടും സംസാരിക്കുന്നത് നമ്മളുടെ ഫോറിൻ മിനിസ്റ്ററുമായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ മിനിസ്ട്രി ആയിട്ടുള്ള ഫൈനാൻസ് മിനിസ്റ്ററുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മളുടെ വ്യാപാരങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലുള്ള ചർച്ചകളൊക്കെ തന്നെ. അപ്പോൾ ചൈനയിൽ നിന്നുള്ള ഡൈ അമോണിയം ഫോസ്ഫേറ്റ് അടക്കമുള്ള വളങ്ങളിൽ പിന്നെ ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയത് കാരണം ഇന്ത്യയിലെ കർഷകർക്കൊക്കെ തന്നെ റാബി സീസണിൽ ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധിയൊക്കെ സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും മറ്റെല്ലാ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊന്നും നമുക്ക് അങ്ങനെ വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ചൈനയെ പരിഗണിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പിന്നെ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിട്ടുള്ള ഡയലോഗ്സ് അല്ലെങ്കിൽ സംസാരം എന്താണ് അതിന് പറയുന്നത്, സംഭാഷണ ഒരു ഏം, തുടക്കമാണ് ശരിക്കും പറഞ്ഞത്. കാരണം ഇനി താമസിയാതെ തന്നെ പ്രൈം മിനിസ്റ്റർ ഈ ഷാങ്ഹായ് സെക്യൂരിറ്റി കോർപ്പറേഷൻ്റെ മീറ്റിങ്ങിന് ചൈനയിൽ പോവുകയും ആ അവസരത്തിൽ ചൈനയുടെ പ്രസിഡന്റിനെ ഷീ ജിൻപിങ്ങിനെ കാണുകയും തീർച്ചയായിട്ടും ഇന്ത്യ ചൈന ബന്ധങ്ങൾ കൂടുതൽ ഒരു മറ്റൊരു തലത്തിലേക്ക് ഇതുവരെ ഇല്ല എന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള എന്താണ് പറയുന്നത് ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ ഇരു രാജ്യങ്ങൾക്കും സാധിക്കും. കാരണം ഇത് ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ്. ഇന്ത്യക്ക് ചൈനയും അതുപോലെ തന്നെ ചൈനയ്ക്ക് ഇന്ത്യയും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാലഘട്ടമാണിത്. അവിടെ തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങൾക്കും ഈ ഒരു എന്താണ് പറയുന്നത് ബന്ധത്തെ തിരസ്കരിക്കാനോ അല്ലെങ്കിൽ നിരസിക്കാനോ സാധിക്കത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ചൈനയുടെ വിദേശ കമ്പനികൾ അവരുടെ ചൈന ആസ്ഥാനമായിട്ടുള്ള യൂണിറ്റുകൾ നിർമ്മിക്കുന്ന ഈ ടണൽ ബോറിംഗ് മെഷീനുകളുടെ കയറ്റുമതിയും ചൈന നേരത്തെ തന്നെ നിർത്തിവെച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ സാമ്പത്തിക മേഖലയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മളുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ പദ്ധതികളൊക്കെ തന്നെ ഈ മെഷീനുകളുടെ ഉപയോഗം വളരെ അത്യാവശ്യമാണ്. ഓട്ടോ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള റെയർ എർത്ത് അല്ലെങ്കിൽ അപൂർവ ധാതുക്കളുടെ നിയന്ത്രണങ്ങളും ചൈന ഏർപ്പെട്ടിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയതോടുകൂടി തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തിയത് കാരണം നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തെ അത് ഭയങ്കരമായിട്ട് ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് മാറുകയും അത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു സാഹചര്യത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. കാരണം അത് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത നഷ്ടവും തിരിച്ചടിയും ഉണ്ടാക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഈ ഒരു എന്താണ് പറയുന്നത് ഒരു റിന്യൂവൽ ഈ ബന്ധം കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള. കാരണം ചൈന ഇത്രയൊക്കെ ഇളവുകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കും കൂടുതൽ ഇളവുകൾ അങ്ങോട്ട് നൽകേണ്ടി വരും എന്നുള്ളൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അവർക്കുമേൽ പ്രത്യേകിച്ച് കോവിഡ് സമയം മുതൽ ഡോക്ലാം ഇഷ്യൂവിന് ശേഷമൊക്കെ തന്നെ ഇന്ത്യയും കുറേ അധികം നിയന്ത്രണങ്ങൾ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്നുണ്ട്. അപ്പോൾ ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഇന്ത്യക്കും എടുത്തു മാറ്റേണ്ടി വരും. അതിന് ഇന്ത്യയും നിർബന്ധിതരാകും തീർച്ചയായിട്ടും. കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര ധാരണയോട് കൂടി പോകുമ്പോൾ ഈ പറഞ്ഞ വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ സമ്പദ് മേഖലയിലുള്ള ഈ പറഞ്ഞൊരു എന്താണ് പറയുന്നത് വ്യാപാര സാമ്പത്തിക മേഖലയെ ഏർപ്പെട്ടിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇരു രാജ്യങ്ങളും ചൈന മാത്രമല്ല ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യ ചൈനയ്ക്കെതിരെ നിയന്ത്രണങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കുന്നതിനായിട്ട് ഈ പറഞ്ഞ ചൈനയുടെ ഫോറിൻ മിനിസ്റ്ററും നമ്മളുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കറും കഴിഞ്ഞ മാസം 2 തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ഒരു ഗ്രാജുവേഷൻ ആണ്. പെട്ടെന്ന് ഇരു രാജ്യങ്ങളിലെ ഉന്നത തലത്തിലുള്ള ചർച്ചകൾ നടക്കത്തില്ല. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ചൈനയുടെ പ്രസിഡന്റും തമ്മിൽ പെട്ടെന്ന് ഒരു ചർച്ച ഒരിക്കലും ഉണ്ടാകത്തില്ല. അതിന് മുന്നോടിയായിട്ട് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റ്സ് ഒക്കെ ചർച്ചകൾ നടത്തി അതിനുള്ളൊരു തലവുണ്ടാക്കി എടുത്തതിന് ശേഷം മാത്രമായിരിക്കും രാജ്യങ്ങളുടെ തലവന്മാർ ചർച്ചകളിൽ ഏർപ്പെടുന്ന ഒരു കാഴ്ച. അതിപ്പോൾ എവിടെ ആയാലും അങ്ങനെ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം റഷ്യയുടെ പുടിനും അമേരിക്കയുടെ ട്രംപും തമ്മിൽ മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് അവർക്ക് താഴെയുള്ള മറ്റ് ഇപ്പം നമ്മളുടെ മന്ത്രിമാരെന്ന് പറയുന്ന പോലെ തന്നെ അവരുടെ മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ സെക്രട്ടറീസോ ഒക്കെ തന്നെ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. ആ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അതിനൊരു ഗ്രൗണ്ട് വർക്കാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഗ്രൗണ്ട് വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഉന്നത തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് എപ്പോഴും. അപ്പോൾ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഇരു രാജ്യങ്ങളും പരസ്പരം ഏർപ്പെട്ടിട്ടുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ സാധാരണ നേരത്തെയുള്ള തൽസ്ഥിതി അല്ല നേരത്തെയുള്ള സ്ഥിതിയിലേക്ക് നമ്മൾ അതിനെ കൊണ്ടെത്തിക്കുക അല്ലെങ്കിൽ സാധാരണ നിലയിലേക്ക് നോർമലൈസ് ചെയ്യുക, റിലേഷൻസ് പുനഃസ്ഥാപിക്കുക എന്നുള്ള നടപടികളാണ്
ഈ പറഞ്ഞ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു സമവായത്തിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മാസം അവസാനം, അതായത് നമ്മുടെ ഓഗസ്റ്റ് മാസം അവസാനം ഷാങ്ഹായ് ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുമ്പോൾ ചൈനയുടെ പ്രസിഡന്റിനെ കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും അതുപോലെ തന്നെ കൂടുതൽ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാനും അല്ലെങ്കിൽ സൗഹൃദപരമാക്കുവാനും ബന്ധങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ അതുവഴി തെളിഞ്ഞു കാണുന്നുണ്ട്, അല്ലെങ്കിൽ തെളിയും എന്നാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ ഏകദേശം 7 വർഷത്തോളമായി ഇതുവരെ കൂടിക്കാഴ്ച നടന്നിട്ട്. കാരണം ഡോക്ലാം സംഭവത്തിന് ശേഷം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ചൈനയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു മറ്റ് തലങ്ങളിലൊക്കെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം താഴെ തലങ്ങളിലൊക്കെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഈ സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡോക്ലാമിന് ശേഷം. അപ്പം നമ്മുടെ ഫോറിൻ മിനിസ്റ്ററും അവരുടെ ഫോറിൻ മിനിസ്റ്ററും ഒക്കെ തന്നെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അവരുടെ ആ, ഈ ഇതിന് തുല്യമായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് ആരാണ് അവരുമായിട്ടൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഉന്നതതലത്തിൽ നമ്മളുടെ പ്രധാനമന്ത്രി അവരുടെ പ്രസിഡന്റും തമ്മിൽ ഇതുവരെ ഈ 7 വർഷത്തിനുള്ളിൽ ഇതുവരെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല, കൂടിക്കാഴ്ച നടന്നിട്ടില്ല. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ത്യയും ചൈനയും സംബന്ധിച്ച് ഈ പറഞ്ഞ ഷാങ്ഹായ് ഉച്ചകോടിയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നെ എന്താണ് പറയുക, റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ ബന്ധങ്ങൾ സൗഹൃദപരമാക്കുവാനും ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു ലാക്ക് ഓഫ് ട്രസ്റ്റ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ പരസ്പരമുള്ള അവിശ്വാസം, അത് ഇന്ത്യയും ചൈനയും തമ്മിൽ പണ്ട് മുതലേ ഉണ്ട് തീർച്ചയായിട്ടും. ഇതെന്ന് പറയുന്നത് ആ അവിശ്വാസം നിലനിൽക്കുമ്പോൾ തന്നെ നമുക്കിടയിൽ ഒരു സമാധാനം പുനഃസ്ഥാപിച്ച് കൊണ്ടുപോകുവാൻ, നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇരു രാജ്യങ്ങളും അത് ശ്രദ്ധിച്ചിട്ടുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയും ചൈനയും ഇപ്പോൾ നീങ്ങുകയാണ്. ഇത് ഇന്ത്യയും ചൈനയും മാത്രമല്ല, ഇന്ത്യ, ചൈന, റഷ്യ, ഈ 3 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ സഖ്യത്തിന് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ കൂടിക്കാഴ്ച കൂടെ ആയിരിക്കും. കാരണം ഇന്ത്യയും റഷ്യയും തമ്മിൽ പ്രശ്നമില്ല, ചൈനയും റഷ്യയും തമ്മിൽ പ്രശ്നമില്ല, ഇന്ത്യയും ചൈനയും തമ്മിലാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ലഘൂകരിക്കുവാനും അതിനെ ഒരു സമാധാനത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുവാനും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളും സമ്മർദ്ദങ്ങളും നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കുവാനും അല്ലെങ്കിൽ അതിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാനും സാധിക്കണം. കാരണം ഇത് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ തൊട്ടടുത്തൊരു നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ചൈനയെ വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൈനയെ നമ്മുടെ ശത്രുവായി നിരന്തരം നമുക്ക് ചൈനയെ ശത്രുവായി കണ്ടുകൊണ്ട്, അതുപോലെ തിരിച്ചും ചൈനയ്ക്ക് ഇന്ത്യ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടോ ചൈനയ്ക്കും ചൈനയുടെ മുന്നോട്ടുള്ള അവരുടെ ദേശീയ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ആണ്. അത് ഇരു രാജ്യങ്ങൾക്കും അറിയാം. പക്ഷേ എന്നാലും ബന്ധങ്ങളിൽ ചില എന്താണ് പറയുന്നത്, ചില ഏഹ്, കല്ലുകടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയത്തില്ല. കാരണം ഇരു രാജ്യങ്ങളും വളരെ പവർഫുൾ ആയിട്ടുള്ള 2 രാജ്യങ്ങളായതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള പിന്നെ സ്വന്തമായിട്ടുള്ള ചില താല്പര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ദേശീയ താല്പര്യങ്ങളും ഒക്കെ തന്നെ സംരക്ഷിക്കാനുള്ളത് കൊണ്ട് ചില കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ചില ഫ്രിക്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ ഇനിയും സാധ്യതയുണ്ട്. പക്ഷേ പാകിസ്ഥാൻ എന്നുള്ള എലമെൻ്റ് ഉള്ളത് കൊണ്ട് ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും ചൈനയെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഗോഡ് ഫാദർ ചൈന തന്നെയാണ്. അപ്പം ചൈന അങ്ങനൊരു അവസ്ഥയിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് കൂടുതൽ ചൈനയെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ചൈന ഉണ്ടാക്കി ഈ എടുക്കും. പക്ഷേ അത് നമുക്ക് ഒരു ഷോർട്ട് മീഡിയം ടൈമിൽ അത് അങ്ങനെ ഒരു അവസ്ഥ എന്നുവെച്ചാൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മോശമാകുകയോ അല്ലെങ്കിൽ ചൈന പാകിസ്ഥാനെ ഏത് വിധേനയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പിന്മാറുകയോ ചെയ്യുന്നൊരു കണ്ടീഷൻ നമുക്ക് ഇപ്പോഴെങ്കിലും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് വ്യാപാര ബന്ധങ്ങളിൽ മാത്രം ചൈനയോട് കൂടുതൽ നമുക്ക് ബന്ധം ആം, സൗഹൃദപരമാക്കുവാൻ അല്ലെങ്കിൽ വ്യാപിപ്പിക്കാനോ ഒക്കെ ഇപ്പോഴും കഴിയത്തുള്ളൂ. മറ്റ് മേഖലകളിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും ചൈനയോട് നമുക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കും നമ്മളുടെ ഭരണ സംവിധാനവും ഭരണകൂടങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് ചൈനയുമായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് ഏർപ്പാടിൽ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഈ ടോപ്പിക്ക് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഏതായാലും ഇരു രാജ്യങ്ങൾക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്. ബന്ധങ്ങൾ കൂടുതൽ എന്താണ് പറയുന്നത് നോർമലൈസ് ചെയ്യുന്നതായിരിക്കും ഇരു രാജ്യങ്ങൾക്കും നല്ലത്. പ്രത്യേകിച്ച് അമേരിക്കൻ സൈഡിൽ നിന്നുള്ള ഭീഷണികളും സമ്മർദ്ദങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കുവാനും നേരിടുവാനും കഴിയുമെങ്കിൽ അത് ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചും വളരെ ബെനഫിഷ്യൽ ആയിരിക്കും, പ്രയോജനകരമായിരിക്കും, ഗുണകരമായിരിക്കും എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ തൽക്കാലം പറഞ്ഞു നിർത്താനുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
and have a wonderful day.